Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Evacuee. ഞാൻ ആഷിഖ് ജോയ്. As usual, let us begin with the prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ട് കന്യാസ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്ന പീഡനങ്ങളെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഈശോ മേഘാലയയിലെ സിസ്റ്റർ ജിൻസൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് 2021 24 ഇടയിൽ നൽകിയിട്ടുള്ള സന്ദേശങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ഹെഡിങ് തന്നെ ഇന്ത്യയിലെ പീഡനം എന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ഈ പീഡനങ്ങൾ എല്ലാ ദിവസവും തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മളാരും, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരൊന്നും ഈ പീഡനങ്ങളിലൂടെ ഇന്ന് വരെ നമ്മൾ കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈശോ ഈ കരുണയുടെ അവസാന മണിക്കൂർ എന്ന ഈ പുസ്തകത്തിൽ ഈ സന്ദേശം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഈ പുസ്തകം ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്. അപ്പോൾ ഈശോയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ വരാൻ പോകുന്ന പീഡനത്തെക്കുറിച്ച് പറയട്ടെ. ഇന്ത്യയിൽ ക്രൈസ്തവ പീഡനത്തിൻ്റെ ആദ്യത്തെ ഘട്ടം സംഭവിച്ചു കഴിഞ്ഞു. അത് എൻ്റെ നാമത്തെ പ്രതിയും അവിടുത്തെ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ പ്രതിയുമായിരുന്നു. കുറച്ചു കാലത്തേക്ക് ആ പീഡന പരമ്പരയ്ക്ക് ശമനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകം മുഴുവനിലും സഭയിലും ആ പീഡനം പൂർവാധികം ഹിംസാത്മകമായി പുനരാരംഭിച്ചിരിക്കുന്നു. കാണ്ടമാലിലെ ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞിട്ട് ഈശോ കാണ്ടമാലിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ബ്രീഫായിട്ട് പറയുകയാണ്. അറിയില്ലെങ്കിൽ ഇത് കേൾക്കുക. 400 മനുഷ്യർ കൊല്ലപ്പെടുകയും 1000ങ്ങൾക്ക് പരിക്കേൽക്കുകയും 300 ദേവാലയങ്ങളും 6000 വീടുകളും നശിപ്പിക്കപ്പെടുകയും 50,000 പേർക്ക് നാടുവിട്ട് ഓടിപ്പോകേണ്ടി വരികയും അനേകർക്ക് സമീപത്തുള്ള വനങ്ങളിൽ ഒളിച്ചിരിക്കേണ്ടി വരികയും ചെയ്ത ഒരു മഹാപീഡനമായിരുന്നു അതെന്ന് ഞാൻ പറയട്ടെ. കാട്ടിൽ ഒളിച്ചിരുന്നവരിൽ അനേകർ വിശപ്പ് കൊണ്ടും പാമ്പ് കടിയേറ്റും കൊല്ലപ്പെട്ടു. ആ പീഡനത്തിൻ്റെ പിറകിൽ 23 കൊലപാതകികൾ ആയിരുന്നു. അവർ മനുഷ്യരെ, വീടുകളെ, പള്ളികളെ എല്ലാം തീവെച്ച് നശിപ്പിച്ചു. എന്നാൽ ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എന്നോടും ദൈവത്തോടും സഭയോടും തന്നെയുള്ള എരിയുന്ന സ്നേഹത്താൽ മനുഷ്യരെ നിറച്ചിരിക്കുന്നതായി നിങ്ങൾ കാണുന്നു. അപ്പോൾ നമുക്കറിയാം, ഒറീസയിൽ നിരവധി ദൈവവിളികളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകർ ഈശോയെ അറിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ രക്തം വീഴുന്നിടത്ത് ക്രിസ്ത്യാനികൾ വളരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈശോ പറയുന്നത്, അപ്പോൾ ഇത് ഈശോയുടെ റെക്കോർഡിലുള്ള കാര്യമാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ റെക്കോർഡിലുള്ളത് വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിരിക്കാം. സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന ഈശോ വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ ഈശോ അവതരിപ്പിച്ചിട്ടുണ്ട്. എത്ര വീടുകൾ, എത്ര ദേവാലയങ്ങൾ, എത്ര പേര് കൊല്ലപ്പെട്ടു, ഇതിൽ ആരൊക്കെയാണ് 23 പേർ എന്നതുപോലും ഈശോയ്ക്ക് അറിയാമെന്നുള്ളത്. ഇനി ഈശോ തുടരുകയാണ്: ഇന്ത്യയിൽ എൻ്റെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു. എന്നാൽ അത് ഇന്ത്യയിൽ മാത്രമല്ല, മറ്റു രാഷ്ട്രങ്ങളിലും സംഭവിക്കുന്നുണ്ട്. ഈ രാജ്യത്തിൽ ഈ രക്തസാക്ഷിത്വം തുടർന്നു കൊണ്ടേയിരിക്കും. ഈശോ പറയുന്നത് ഇത് തുടർന്നു കൊണ്ടേയിരിക്കും. അവർ ക്രൈസ്തവ ദേവാലയങ്ങളെയും വൈദികരെയും എൻ്റെ നാമം വഹിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളെയും തെരഞ്ഞു പിടിച്ച് പീഡിപ്പിക്കും. അവർക്ക് പ്രതിരോധം തീർക്കുക എന്നത് സഭയുടെ ഉത്തരവാദിത്തമായിരുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല. സഭയിൽ നുഴഞ്ഞു കയറിയ കാക്കകൾക്കും ചെന്നായ്ക്കൾക്കും എതിരെ ഒരു പ്രതിരോധം അതിൽ അവർ ഉയർത്തിയില്ല. വീണ്ടും ഒരിക്കൽ കൂടി കഴുകി വെടിപ്പാക്കുകയും വിശുദ്ധീകരിക്കുകയും പിശാചിനെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന രക്തത്തിൻ്റെ ആവശ്യം ഉണ്ട്. എൻ്റെ വിശുദ്ധരും തങ്ങളുടെ ജീവനും രക്തവും വിശുദ്ധീകരണാർത്ഥം നൽകേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് ഭൂമിയിലേക്ക് വീണ്ടും വരാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ എൻ്റെ ജനമേ, വരാനിരിക്കുന്ന പീഡനങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുക. ശുദ്ധീകരണത്തിൻ്റെ ഈ കാലഘട്ടത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഭൂമിയുടെ മേൽ ഇറങ്ങി വരും. അതിനുശേഷം ഞാൻ തിരിച്ചു വരും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയിൽ നമ്മൾ അഭയം തേടുന്നു. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടാവും.
അതായത് ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രീതിയിൽ നമ്മൾ കേരളത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അവർ തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതും. അപ്പം നാളെ അവർ ആ പ്രത്യേക സമുദായത്തെ അടിച്ചമർത്തി കഴിഞ്ഞാൽ നമ്മുടെ നേർക്ക് തന്നെയാണ് തിരിയുക എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഈശോ പറയുകയാണ്, ഇന്ത്യയിലെ എൻ്റെ ജനമേ, വരാനിരിക്കുന്ന പീഡനങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുക. അപ്പം നമുക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ നമ്മുടെ മുൻപിൽ. അപ്പോൾ വരാനിരിക്കുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും അത് ധീരതയോടെ നേരിടുവാനും വേണ്ട ശക്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. അതല്ലാതെ വേറൊരു വഴിയുമില്ല. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താ ഇൻ മുളിയരിബൂസ് et benedictus fructus ventris tui, Iesus. Sancta Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe Rei.